പുനലൂർ ചാലിയക്കരയിലാണ് എസ്റ്റേറ്റ് തൊഴിലാളി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. ചാലിയക്കര AVT എസ്റ്റേറ്റിലെ ബംഗ്ലാവിലെ ഗാർഡനറായ ചാലിയക്കര ഉപ്പുകുഴി മംഗലത്ത് വീട്ടിൽ രഘുനാഥൻ എന്ന 58-കാരനാണ് ദാരുണാന്ത്യമുണ്ടായത്. വെള്ളിയാഴ്ച പകൽ 11 മണിക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. ജനവാസ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം. ചാലിയക്കര ജംഗ്ഷനിലെ കടയിൽ നിന്ന് പ്രഭാത ഭക്ഷണം വാങ്ങി തിരികെ വരുമ്പോഴാണ് അങ്കണവാടിക്ക് സമീപത്ത് വെച്ച് വഴിയിൽ വെച്ച് കാട്ടുപന്നി രഘുനാഥനെ ഇടിച്ചു വീഴ്ത്തിയത്. നിലവിളി കേട്ട് 2-ാം ബ്ലോക്കിൽ നിന്ന് തൊഴിലാളികൾ ഓടിയെത്തി കാട്ടുപന്നിയിൽ നിന്ന് രഘുനാഥനെ രക്ഷിച്ച് വാഹനത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. വരാതെ നമ്മളിത് എടുക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമേ കളക്ടറോ CCO വരാതെ കൂടി എടുക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അവർ വന്നാൽ രേഖാമൂലം ഉറപ്പ് നൽകണം. അനന്തരാവകാശം ജോലി നഷ്ടപ്പെടും. ഇതല്ലാതെ എടുക്കാൻ സമ്മതിക്കും. വയനാട്ടിൽ കൊടുത്തിട്ടുണ്ട് സാറേ, വയനാട്ടിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം ഒന്നും ചെയ്യുന്നില്ല സാറേ, ഒന്നും ചെയ്യുന്നില്ല. സാറൊന്ന് റിപ്പോർട്ട് ചെയ്യും. പോസ്റ്റ്മോർട്ടത്തിന് പെർമിഷൻ അല്ല, ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാവും. മര്യാദ ഇല്ലാത്ത സംവിധാനമാണ്. ഇവിടെ എത്ര സമയം കേൾക്കട്ടെ. അതല്ല എവിടെ ആയാലും അടിയന്തരമായി സംഭവം ഉണ്ടായി എത്തണ്ടേ. മരണം നടന്നതല്ലേ, ഇദ്ദേഹമല്ലേ മുമ്പേ എത്തിയോ? ഇതിന് എന്തെങ്കിലും ഒരു സമാധാനം ഒരു ഉണ്ടാവേണ്ടത്. ഏറ്റവും അവസാനം എത്തുക എന്ന് പറയുമ്പോൾ അത് ചത്തവരോടുള്ള ഒരു അവഗണനയായി മനുഷ്യനോട് ഇങ്ങനെ എത്ര അവഗണന ഉണ്ടാവും? ഏറ്റവും ആദ്യം എത്തേണ്ട സാറ് ഏറ്റവും അവസാനം എത്തുന്നത് മനുഷ്യനോടുള്ള അവഗണനയാണ്. അവഗണനയായിട്ട് മാത്രമേ നമ്മൾ അതിനെ പറയാൻ അദ്ദേഹം സാരെന്താന്ന് പറഞ്ഞോളൂ. അത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി ചെയ്യും. ആ കുടുംബത്തിന് കൊടുക്കാനും വരാതെ ഒരു കാര്യത്തിൽ നടപടി സ്വീകരിക്കാമെന്നാണ് സാറ് പറയുന്നത്. അങ്ങനെ ഉറപ്പ് വേണം. അല്ലാതെ സാറേ, അത് MLA പറഞ്ഞാൽ അങ്ങനല്ലല്ലോ. 15 ലക്ഷം രൂപ എന്നാണല്ലോ സാർ പറയുമെന്ന് പറഞ്ഞത്. 15 ലക്ഷം രൂപ സാറ് പറയുമെന്നും ആ കുടുംബത്തിന് ജോലി കൊടുക്കുമെന്നും അദ്ദേഹം താമസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നു ഇവിടെ അത് പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓർഡർ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണം സാർ. എത്ര രൂപ കൊടുക്കാനറിയാം. അതിപ്പം ഒരു 5 ലക്ഷം രൂപ സർക്കാർ തീരുമാനമാണ്. നേരം ഉപ്പുകുഴി ഫോറസ്റ്റ് സാറേ 50 വർഷമായി ഉപ്പുകുഴി ഫോറസ്റ്റ് സ്റ്റേഷനോട് സമീപം അവിടെ താമസിക്കുന്നവരാണ്. ഇതേവരെ അതിന് യാതൊരു അത് തന്നെ ചാലിയക്കര ഉപ്പുകുഴിയിലാണ് താമസിക്കുന്നത്. അവിടെ തന്നെ താമസിക്കുന്നത്. ഫോറസ്റ്റിലും ജോലി ചെയ്തിട്ടുണ്ട് വാച്ചറായിട്ട് കുറേ വർഷം. അപ്പൊ അത്തരം നടപടി ഉണ്ടാകണം. എത്ര വർഷം ഫോറസ്റ്റ് വാച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്? ഉള്ളൊരു നടപടി നമുക്ക് അതുകൊണ്ട് കാര്യമില്ല സാറേ. നമുക്ക് കുടുംബമാണ് എന്ത് ചെയ്യാൻ പറ്റും. പ്രത്യേക കേസായിട്ട് നിരോധിക്കുന്ന സ്ത്രീകൾക്ക് അനന്തരാവകാശം ജോലി കൊടുക്കും. ഒരു മോളാണോ അവൻ വീട് കുടുംബത്തിൻ്റെ ആശ്രയമാണ്. സാറേ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന മുഴുവൻ കാര്യം പറയുന്നതല്ല, ഒന്നും നടത്താറില്ല. ഇപ്പോൾ നിയമപ്രകാരം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 10,000 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ഗവൺമെൻറ് നൽകുന്നത്. അതിനുള്ള നടപടികൾ എൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ അപേക്ഷ പ്രോപ്പറായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇല്ലല്ല, 10,000-ന് ഞാൻ 10,000 രൂപ പിന്നെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി 10,000 രൂപ ഇപ്പോൾ തന്നെ നൽകുന്നതാണ്. ഭാര്യയുടെ പേരിൽ മകളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള താൽക്കാലികമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ CCF-നുള്ള ആയിട്ട് സംസാരിച്ചിട്ട് അതിന് തുടർന്ന് നടപടി CCF ഉറപ്പ് നൽകിയിട്ടുള്ള സാറ് പറ. CCF ഉറപ്പ് നൽകിയിട്ടില്ലയോ? നഷ്ടപരിഹാരം അത് പ്രശ്നമായിട്ട് അത് അതിനുള്ള നടപടി സ്വീകരിക്കുന്നത്. CCF ഉറപ്പ് നൽകിയിട്ടുണ്ടോ സാർ താൽക്കാലിക ജോലി കൊടുക്കാം? ഇവിടെ നല്ല കൊടുക്കേണ്ടത്. ഞാനത്
15,000 രൂപയാണ് നിയമപ്രകാരമുള്ളത്. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിന് അനുകൂലമായി ഒരു അപേക്ഷയുടെ 10 ലക്ഷം അത് എന്തായാലും ഒരു മാസം കിട്ടും. 25,000 ബാക്കി എത്രയായാലും ഒരു മാസം കിട്ടും. അതാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ നിയമപരമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആറാത്തിയുടെ സേവനം ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് പന്നി ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി ഉടൻ തന്നെ സ്വീകരിക്കും. പുനലൂർ ടൗണിലെ ജനവാസ കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഒരു സ്ത്രീയുടെ ഈ തോളിൽ ഒടുങ്ങി. ഇന്നലെ ആശുപത്രി വിട്ടത്. കാര്യം മൊത്തം രാവിലെ 5 മണിക്ക് സർജറി ആയിട്ട് പോയത്. അവർക്ക് നഷ്ടപരിഹാരമുണ്ട് സാർ. ഇവിടുത്തെ ഞങ്ങളുടെ പട്ടണത്തിനകത്തുള്ള വന്നിട്ടുണ്ട്. പട്ടണത്തിനകത്ത് വെടിവെക്കാൻ എന്തൊരു സംവിധാനം മുനിസിപ്പാലിറ്റി പഞ്ചായത്തിന് 1 ലക്ഷം രൂപ പന്നി വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. നടപടി മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രജനിയാണ് രഘുനാഥിന്റെ ഭാര്യ. രഞ്ജുനാഥ് മകളാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.